മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് ആഴ്ചകളോളം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ച വനിതാ സംരംഭകരുടെ മിടുക്കി ബസ് കൂടുതൽ മിടുക്കിയായി ഇനി തമിഴ്നാട്ടിലേക്കും. നെടുങ്കണ്ടം തിരുവനന്തപുരം സർവീസിന് പുറമെയാണ് കട്ടപ്പന കോയമ്പത്തൂർ സർവീസ് കൂടി ആരംഭിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലേക്കുള്ള സർവീസിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സർവീസ് നിയമാനുസൃതമല്ലെന്ന് കാട്ടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുത്ത മിടുക്കി ബസ് കൂടുതൽ മിടുക്കിയായി സർവീസ് പുനരാരംഭിച്ചു. നെടുങ്കണ്ടം കേന്ദ്രമായി വനിതാ സംരംഭകരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച മിടുക്കി ബസ് കഴിഞ്ഞ ഒക്ടോബറിലാണ് പിടിച്ചെടുത്തത്. കോടതി വിധി സമ്പാദിച്ച ശേഷമാണ് ഇപ്പോൾ സർവീസ് പുനരാരംഭിച്ചത്. നെടുങ്കണ്ടം തിരുവനന്തപുരം സർവീസായിരുന്നു തുടക്കം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കട്ടപ്പനയിൽ നിന്നും കോയമ്പത്തൂരിനും സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കൂടാതെ നമ്മളിപ്പോൾ കോയമ്പത്തൂരേക്കും കൂടെ ഒരു സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള ബുക്കിംഗ് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കൂടെ മാത്രമേ, ഇപ്പോൾ നമുക്ക് റെഡ് ബസ് പോലെയുള്ള എല്ലാ ആപ്പുകളിലും കൂടെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ബുക്ക് ചെയ്ത് സുരക്ഷിതവും നല്ല കംഫർട്ടബിളുമായിട്ടുള്ള യാത്രയ്ക്ക് ആളുകൾക്ക് സൗകര്യം ഒരുക്കിക്കൊണ്ട് ഈ സർവീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെഡിക്കൽ ട്രാവൽസിലേക്ക് എല്ലാവരെയും വേണ്ടി ക്ഷണിക്കും. നീതു വർഗീസ്, ജിനു ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരത്തിനുള്ള സർവീസ് പുലർച്ചെ 2 മണിക്ക് നെടുങ്കണ്ടത്ത് നിന്നും ആരംഭിക്കും. വൈകുന്നേരം 5 മണിക്ക് തിരിക്കുന്ന ബസ് രാത്രി 12:55 നെടുങ്കണ്ടത്ത് തിരിച്ചെത്തും. കോയമ്പത്തൂരിനുള്ള ബസ് സർവീസ് പുലർച്ചെ 3 മണിക്ക് കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച് എഴുകുംവയൽ, നെടുങ്കണ്ടം, അടിമാലി, കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ, ചാലക്കുടി, വടക്കാഞ്ചേരി, വാളയാർ വഴി രാവിലെ 10:20 കോയമ്പത്തൂരിൽ എത്തിച്ചേരും. വൈകുന്നേരം 4 മണിക്ക് തിരിക്കുന്ന ബസ് രാത്രി 12:45 കട്ടപ്പനയിൽ തിരികെ എത്തും. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.